അങ്ങനെ ആ പ്രസവം കഴിഞ്ഞ് കുട്ടി പുറത്തേക്ക് എത്തുന്നതോടെ ഇനി കൂടുതൽ ശ്രദ്ധിക്കണം മക്കള് നന്നായി തീരാൻ. ആദ്യമായി തന്നെ ഈ കുഞ്ഞിന് ഇനി വളരാൻ ആവശ്യമായ വിഭവങ്ങൾ കൊടുക്കണം. രണ്ട് തരത്തിലുള്ള വിഭവങ്ങൾ വേണം. ഒന്ന് ആത്മീയ ഭക്ഷണമാണ്, രണ്ടാമത്തത് ഭൗതിക ഭക്ഷണമാണ്. ഇത് രണ്ടും ഓരോ കുഞ്ഞിനും നമ്മൾ ലഭ്യമാക്കണം. ഉമ്മയുടെ വയറ്റിൽ നിന്ന് വേർപെട്ട് പോന്നതോടെ ഇനി ആ കുഞ്ഞിന് ഇത് നൽകുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം. ആത്മീയ ഭക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതിനാൽ ആദ്യം നമ്മൾ കുട്ടികൾക്ക് അതാണ് കൊടുക്കേണ്ടത്. ഭൗതിക ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് ആത്മീയ ഭക്ഷണം കൊടുക്കണം. കാരണം എന്താ, ഈ ശരീരം എന്ന് പറയുന്നത് വളരെ എണ്ണപ്പെട്ട ദിവസങ്ങൾക്ക് മാത്രമുള്ള സാധനമാണ്. എന്നാൽ അതാകട്ടെ അല്ലാഹ് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതാ. മനുഷ്യന് മറ്റൊരു തലമുണ്ട്, അതാണ് അവന്റെ കാതലായ ഭാഗം, അതാണ് റൂഹ്, ആത്മാവ്. അതിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് വനഫഹ്തു മിൻ റൂഹി, എന്റെ റൂഹിൽ നിന്ന് ഞാൻ മനുഷ്യന് റൂഹ് നൽകി എന്നാണ്. അള്ളാഹുവിലേക്ക് ചേർത്താണ് അവന്റെ റൂഹിനെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഒരു ഭാഗമാണ് എന്നല്ല. നാറുള്ള, അള്ളാന്റെ തീ എന്ന് നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ വേറെ അർത്ഥമാണ്. അള്ളാഹുവിലേക്ക് ചേർത്തു പറഞ്ഞാൽ അതിന് മഹത്വം കൂടുകയാണ്. സാധാരണ ഒരു വസ്തുവിനെ പോലെയല്ല. ശരീരം മണ്ണിൽ നിന്ന് പടച്ചുവെങ്കിൽ ആത്മാവ് അവന്റെ പ്രത്യേകമായ ഒരു കേന്ദ്രത്തിൽ നിന്നെടുത്താണ് നമ്മളെ ശരീരത്തിൽ നിക്ഷേപിച്ചത്. അതുകൊണ്ട് തന്നെ ആ ആത്മാവ് എന്നെന്നും നിലനിൽക്കുന്നതാണ്. അതിന് ആവശ്യമായ വിഭവമാണ് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത്. അതെന്താണ്? ഒരു കുഞ്ഞു ജനിച്ച ഉടനെ ആ കുഞ്ഞിന്റെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളിൽ ആദ്യം പ്രവർത്തനക്ഷമമാകുന്നത് കേൾവി ശക്തിയാണത്രേ. പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ നടത്തിയ പ്രയോഗങ്ങളിൽ ഇത് നമുക്ക് പരാമർശിക്കപ്പെട്ടതായി കാണാൻ കഴിയും. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഉമ്മമാരുടെ വയറ്റിൽ നിന്നും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ലാ തഅലമൂന ശൈആ, നിങ്ങൾക്ക് ഒരു സംഗതിയും വിവരമില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അല്ലാഹു പറയുന്നുണ്ട് ഫജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദാ, ശേഷം നിങ്ങൾക്ക് കേൾവി ശക്തി, പിറകെ കാഴ്ച ശക്തി, ചിന്താശക്തി, ഇവയൊക്കെ നിങ്ങൾക്ക് തരുന്നു. ഇങ്ങനെ പല ആയത്തുകളിലും ഈ പഞ്ചേന്ദ്രിയങ്ങൾ നൽകുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിടത്തെല്ലാം അല്ലാഹു മുന്തിച്ചു പറഞ്ഞത് കേൾവി ശക്തി തരുന്നു എന്നതിനെയാണ്. ഇന്ന് ശരീരശാസ്ത്ര പണ്ഡിതന്മാരുടെ ഗവേഷണത്തിൽ ബോധ്യമായിരിക്കുകയാണ്, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചാലുവാകുന്ന പഞ്ചേന്ദ്രിയങ്ങളിലെ അവയവം കേൾവി ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ജനിച്ച ഉടനെ ഒരു കുട്ടിയുടെ അടുത്ത് വെച്ച് നമ്മൾ ഉറക്കെ ഒന്ന് കൈകൊട്ടുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്താൽ ആ കുട്ടി ഞെട്ടിച്ചാടും. അതേസമയം കുട്ടിയുടെ കണ്ണിന് നേരെ ഇങ്ങനെ കയ്യിന്റെ വിരൽ കൊണ്ട് ഇപ്പം കുത്തുന്നു പറഞ്ഞു ഓങ്ങിയാൽ അതിന്റെ പേരിൽ കുട്ടി കണ്ണടക്കുകയോ ഞെട്ടുകയോ ഇല്ല. കാരണം കാഴ്ച തുടങ്ങിയിട്ടില്ല, കേൾവി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം കേൾക്കുക എന്ന ശക്തി നൽകിയപ്പോൾ അതിലൂടെ ഒരു കുഞ്ഞിന് അല്ലാഹനെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഇതിനാണ് ജനിച്ച ഉടനെ ആദ്യമായി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഏറ്റവും വലിയ സന്ദേശം തന്നെ സൃഷ്ടിച്ചു പരിപാലിച്ച് പ്രായം പൂർത്തിയായപ്പം ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്കെത്തിച്ച അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നതാവട്ടെ ഭൂമിയിലേക്ക് പിറന്നു വീണ ഒരു കുട്ടി ആദ്യം കേൾക്കുന്നത്. തുടർന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തൗഹീദിന്റെ മന്ത്രമാവട്ടെ. ഇതിനു ശേഷം നിസ്കാരമാണ്
ഇസ്ലാമിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അത് സൂചിപ്പിക്കുന്ന ഇഖാമത്ത് ആ കുഞ്ഞിനെ കേൾപ്പിക്കണം. പുറമെ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു, റബ്ബിൽ ഫലഖ്, റബ്ബിൻ നാസ് ഇതൊക്കെ ഓതി മന്ത്രിക്കണം. അതിന്റെ കൂടെ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ മറിയം ബീവിക്ക് ജന്മം നൽകിയപ്പോൾ അവിടുന്ന് മന്ത്രിച്ച മന്ത്രമുണ്ട്, ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്ന്. അതേ പദം തന്നെ ഉപയോഗിച്ച് ആൺകുട്ടിയാണെങ്കിലും ഇന്നി ഉഈദുഹാ എന്നേ പറയാവൂ. ഇന്നി ഉഈദുഹു എന്ന് പറയേണ്ട കാരണം ആയത്തിന്റെ ബർക്കത്ത് പൂർണ്ണമായും കിട്ടാൻ അങ്ങനെ തന്നെ മന്ത്രിക്കുക എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആത്മീയ ഭക്ഷണം ആദ്യം ഈ കുഞ്ഞിന് കൊടുക്കണം. അത് കഴിയുമ്പോഴേക്കതാ ഭൗതിക ഭക്ഷണവും കൊടുക്കേണ്ട സമയമായി. എന്താണ് ഇനി ഭൗതിക ഭക്ഷണം? ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് പൊക്കിൾ കൊടിയിലൂടെയാണ് ഗർഭാശയത്തിലായിരുന്നപ്പോൾ അല്ലാഹു ആഹാരമെത്തിച്ചത്. ആ പൊക്കിൾ കൊടി ബന്ധമാണ് പ്രസവ സമയത്ത് നമ്മൾ വിച്ഛേദിച്ചു കളഞ്ഞത്. ഇനി ആ കുഞ്ഞിന് ആഹാരം കൊടുക്കേണ്ട റൂട്ട് അവന്റെ വായയാണ്. ജനന സമയത്ത് വായ തുറന്നു ഒരു കുഞ്ഞ് നിലവിളിക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് മനഃശാസ്ത്രം ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതാ, ഇത് നിങ്ങൾ കാണാതെ പോകരുതേ, ഇതിലൂടെ തരേണ്ട വിഭവങ്ങൾ തരാതിരിക്കരുതേ എന്ന സന്ദേശവും കൂടി ജനിച്ച സമയത്ത് നിലവിളിച്ച് കരയുന്നതിന്റെ പിന്നിലുണ്ടത്രേ. അതുകൊണ്ട് ജനിച്ച കുട്ടിക്ക് ആദ്യം കൊടുക്കേണ്ട ഭൗതികമായ വിഭവം എന്താണ്? അത് ജനിച്ച ഉടനെ ഉണ്ടാകുന്ന ഒരു പാൽ. ഉമ്മയുടെ സ്തനത്തിൽ ഊറി വരുന്ന ഈ പാല് പക്ഷേ നല്ല നിറമുള്ള മുറ്റുള്ള കളറുള്ള പാലൊന്നും ആയിരിക്കില്ല. ഇതൊരു തരം മഞ്ഞ കലർന്ന നീരായിരിക്കും. അറിവ് കുറഞ്ഞ പലരും ഈ നീര് ഇത് പണ്ടെങ്ങാനോ കെട്ടിക്കിടക്കുന്നെന്തോ വേസ്റ്റാണെന്ന് കരുതി പിഴിഞ്ഞ് കളയാറുണ്ടത്രേ. വിദഗ്ധർ പറയുന്നത് പാടില്ലെന്നാണ്. ഇത് ഈ കുഞ്ഞിന് ഭാവിയിൽ വരാൻ പോകുന്ന ഒട്ടേറെ രോഗങ്ങൾക്കുള്ള പ്രതിരോധ തുള്ളിമരുന്നാണ്. അതുകൊണ്ട് നിർബന്ധമായും ഈ മുലപ്പാൽ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കണം. പണ്ഡിതന്മാര് പറയുന്നുണ്ട്, എന്നാൽ ഒരു ഉമ്മ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ അങ്ങ് മരിച്ചുപോയി, ആ ഉമ്മക്ക് ജനിച്ച ഉടനുള്ള പാല് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നാൽ ഈ കുഞ്ഞിന്റെ ഭാവിയെ ബാധിക്കും അത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വേറെ ഏതെങ്കിലും ഒരു ഉമ്മ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ തന്റെ കുഞ്ഞിന് ഈ പാല് കൊടുക്കുന്നതോടൊപ്പം ഉമ്മ മരിച്ചുപോയ ഈ കുഞ്ഞിനും മുലപ്പാല് കൊടുക്കണം. അത് നിർബന്ധമാണ്. എന്തിന്? ആ ജനിച്ച ഉടനുള്ള പാല് ഈ കുട്ടിയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു മരുന്ന് പോലെ ഉള്ള ഔഷധമാണ് എന്നതിനാൽ മരിച്ച ഉമ്മാക്ക് പകരം മറ്റേ ഉമ്മ പാല് കൊടുക്കണം. അങ്ങനെ ഈ കുഞ്ഞിന് ആദ്യത്തെ മുലപ്പാല് കൊടുത്ത് ഇനി അങ്ങോട്ട് ഈ കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെയും പ്രത്യേകമായി തരം തിരിച്ചു മനസ്സിലാക്കി അതാത് സമയങ്ങളിൽ ആവശ്യമായ വിധത്തിലുള്ള പരിചരണങ്ങൾ കൊടുക്കണം. ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ ദിവസം മുതൽ ഒരു മാസം തികയുന്നതുവരെ നവജാത ശിശു എന്നാണ് ആ കുട്ടിയെ വിളിക്കപ്പെടുക. ഈ സമയത്ത് ഒരു കുഞ്ഞിന് നൽകേണ്ട പ്രധാന പരിചരണങ്ങൾ എന്താണ്? ഒന്ന്, ഈ കുട്ടിക്ക് നല്ല ഒരന്തരീക്ഷത്തിൽ വിശ്രമിക്കാൻ സൗകര്യം ചെയ്യണം. നല്ല വിശാലതയുള്ള കാറ്റും വെളിച്ചവും കടക്കുന്ന റൂമിലായിരിക്കണം ജനിച്ച ഉടനുള്ള കുട്ടികളെ നമ്മൾ താമസിപ്പിക്കുന്നത്. പലരും പെറ്റടക്കല്ലേ, അതാരും കാണണ്ട എന്ന് കരുതി ആ കോണിക്കൂട്ടിലുണ്ട് ചെറിയൊരു കുണ്ടംമുറി. വാതിലടിച്ച് ഒരു വാഴക്കൊല അതിൽ കൊണ്ടുവച്ചാൽ പിറ്റേന്ന് പഴുത്ത് കിട്ടും. ആ ജാതി ഒരു സാധനം. അവിടെയാണ് ചിലര് പ്രസവിച്ചെടുക്കണ പെണ്ണുങ്ങൾ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുക. ഈ കുട്ടികൾക്ക് പ്രതിരോധ ശേഷി കുറവാണ് നമ്മൾ ചിന്തിക്കണം.
ഇങ്ങനെയുള്ള ആരോഗ്യദായകമല്ലാത്ത അന്തരീക്ഷത്തിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തിയാൽ സ്വാഭാവികമായും തുടക്കം മുതൽക്ക് തന്നെ രോഗത്തിന്റെ അടിമയായിട്ട് ആ കുട്ടി മാറും. ഇതിനു പകരം നല്ല 2 ജനലുള്ള കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന നല്ല റൂമിൽ കിടക്കുക. അതോടൊപ്പം തന്നെ ഈ ആദ്യത്തെ 1 മാസക്കാലം ഉമ്മ ഈ കുഞ്ഞിനെ തൊട്ടിലിട്ടല്ല പരിചരിക്കേണ്ടത്. പിന്നെയോ ഉമ്മയുടെ മാറിന്റെ ചൂട് പകർന്നു നൽകി തൊട്ടടുത്ത് തന്നെ കുഞ്ഞിനെ കടത്തണം. ആദ്യത്തെ 1 മാസം ഇത് നിർബന്ധമായി നമ്മൾ ശ്രദ്ധിക്കണം. ഇതെന്തിനാ? ഈ കുട്ടിയുടെ ശരീരം ഇതുവരെ ഉമ്മയുടെ ഗർഭാശയത്തിലായിരുന്നു. അതിനെപ്പറ്റി ഖുർആൻ പറയുന്നത് ഫീ ഖറാറിൻ മക്കീൻ, സുരക്ഷിതമായ ഒരു കേന്ദ്രം എന്നാണ്. അവിടെ നമ്മൾ ബേജാറാകണ്ട. അവിടെ ആ കുട്ടിക്ക് അനുകൂലമായ കാലാവസ്ഥ, പുറത്ത് മഴ പെയ്താലും വെയിലർച്ചാലും ഒക്കെ ഉണ്ടാവും. എന്നാൽ അവിടുന്ന് കുട്ടി പുറത്തെത്തിയാൽ ഈ കാലാവസ്ഥയുമായി കുട്ടിയുടെ ശരീരം സമരസപ്പെട്ടു പോകാൻ കുറച്ച് കാലതാമസമെടുക്കും. നമ്മളൊക്കെ വിദേശത്ത് പോയാലുള്ളത് പോലെയാണ്. വിദേശത്ത് പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടാറില്ലേ? നല്ല തണുപ്പുള്ള സമയത്ത് ദമാമിലോ ഫുജൈറയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉൾനാട്ടുകളിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെട്ടാൽ പിറ്റേന്ന് തന്നെ പറയും, ഞാൻ നാട്ടിൽ തന്നെ പോവാണ്, ഇവിടെ നമുക്ക് 2 കൊല്ലം എന്തായാലും പൂർത്തിയാക്കാൻ കഴിയൂല. അപ്പൊ കാലാവസ്ഥയെ കുറിച്ചൊക്കെ അനുഭവജ്ഞാനുള്ള നാട്ടുകാരൊക്കെ അവന്റെ അടുത്ത് വന്നിട്ട് പറയും, ആയിക്കോട്ടെ ഈ പോയിക്കോ, പക്ഷെ 1 മാസം ക്ഷമിക്ക്, 1 മാസം കഴിഞ്ഞിട്ട് നിന്നെ നാട്ടിൽ പറഞ്ഞേക്കാനുള്ള പരിപാടി ഞങ്ങളൊക്കെ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അവന് പകുതി സമാധാനമായി. അതേ 2 കൊല്ലം ഇനി ഈ സഹിക്കണ്ടേന്ന് വിചാരിച്ചിരുന്നപ്പോ വലിയ വിഷമായിരുന്നു. 1 മാസം സഹിച്ചാൽ മതിയല്ലോ എന്നായപ്പം കുറെ വിഷമം അങ്ങ് തീർന്നു. 1 മാസം കഴിഞ്ഞിട്ട് കൂട്ടുകാർ വന്ന് ചോദിക്കും, അല്ല ഈ പോണോ? 2 മാസം കൂടിയും കഴിഞ്ഞു നോക്കട്ടെ എന്ന് പറയും. പിന്നെ എന്താ കാരണം? ഏത് കാലാവസ്ഥയിലും നമ്മൾ ചെന്ന് 1 മാസം അതിൽ നമ്മളവിടെ നിന്നാൽ ഓട്ടോമാറ്റിക്കായി നമ്മളെ ശരീരം ആ നാടുമായിട്ട് അങ്ങ് പാകപ്പെടും. അങ്ങനെ ഉണ്ടാവും. അതുവരെ ചുണ്ടുപൊട്ടലും കാല് വിണ്ട് കീറലും ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മളും ആ നാട്ടുകാരമായി തന്നെ ആവും. ഇതുപോലെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ കുട്ടിക്ക് പുറത്തുള്ള അന്തരീക്ഷവുമായി ശരീരം പാകപ്പെടാൻ 1 മാസമെടുക്കും. അപ്പൊ ആ കുട്ടിക്ക് അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? ഉമ്മന്റെ ശരീരത്തിന്റെ ചൂട് പകർന്നു കൊടുത്ത് പ്രതിരോധ ശക്തി നൽകണം എന്നതാണ്. ഇത് പ്രകൃതിയിൽ നിന്ന് തന്നെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഇനി കോഴി തിന്ന് പരിചയമുള്ളൂ, കോഴികളെ പോറ്റിയ പരിചയം പുതിയ തലമുറയുള്ളവർക്കില്ല. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ കോഴിയെ പോറ്റാറുണ്ട്. 3 ആഴ്ചക്കാലം അടവച്ചാൽ ആ കുട്ടി പുറത്തെത്തും, മുട്ടത്തോട് പൊട്ടിച്ച്. ആദ്യത്തെ 1-2 ആഴ്ചക്കാലം നമ്മൾ നിരീക്ഷിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താ? തള്ളക്കോഴി ഇടക്കിടക്ക് മക്കളെ വിളിച്ചിട്ട് എല്ലാവരെയും ഈ ചിറകിന്റെ ഉള്ളിലാക്കി ഇങ്ങനെ വെക്കും. ഇതെന്തിനാ? മുട്ടത്തോടിന്റെ ഉള്ളിലെ കാലാവസ്ഥ അല്ല പുറത്തുള്ളത്. ഈ കുട്ടികൾക്ക് പ്രതിരോധ ശക്തി ഉണ്ടാകുന്നത് വരെ അവർക്ക് ചൂട് പകർന്നു നൽകുകയാണ്. ഇതുപോലെ ഉമ്മയുടെ ശരീരത്തിന്റെ ചൂട് കുട്ടികളുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. പ്രസവിച്ച ഉടനെ തന്നെ തൊട്ടിലേക്കിട്ട് നിങ്ങൾ കടിയെടുക്കരുത്. മൂന്നാമതായി, പ്രസവം കഴിഞ്ഞ ആദ്യത്തെ 1 മാസക്കാലത്തിന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ജീവിതയാത്രയിൽ നമ്മളെ ശരീരം ഏറ്റവും ദ്രുതഗതിയിൽ വളർച്ച പ്രാപിക്കുന്ന ഒരു പ്രായം ആദ്യത്തെ 1 മാസമാണ്. ചിലപ്പോൾ നമ്മളെ ശരീരത്തിന്റെ 80% 1 മാസം കൊണ്ട് നമ്മൾ വളർന്നിട്ടുണ്ടാവുന്ന. പ്രസവിച്ചത് 2 കിലോ അല്ലെ 3 കിലോ ആണെങ്കിൽ ചിലപ്പം 1 മാസം കഴിയുമ്പം ആ കുട്ടി 5 കിലോ വരെ ആവും. ഇങ്ങനെ ഇത്രയും ദ്രുതഗതിയിൽ ശരീരം വളരുമ്പം അതിൻ്റെതായ ക്ഷീണവും സംഗതിയൊക്കെ ആ കുട്ടിന്റെ ശരീരത്തിനുണ്ടാവും. ഇതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ 18 മണിക്കൂർ വരെയൊക്കെ കുട്ടികൾ ഉറങ്ങണ സമയമാണ്. ആ വിശ്രമത്തിനും ഉറക്കിനൊക്കെയുള്ള നല്ല സജ്ജീകരണവും സൗകര്യവും ഈ കുഞ്ഞുങ്ങൾക്ക് നൽകിയിരിക്കണം. മുലപ്പാൽ എന്ന് പറയുന്ന വിഭവം യഥേഷ്ടം കുട്ടികൾക്ക് കൊടുക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം. കുട്ടിയുടെ ബുദ്ധിശക്തി മുലപ്പാലിനെ ആശ്രയിച്ചാണ്. കുട്ടിയുടെ ഓർമ്മശക്തി മുലപ്പാലിനെ ആശ്രയിച്ചാണ്.
അവന്റെ എല്ലിന് കരുത്തു ലഭിക്കുന്നതും പല്ലിന് ശക്തി ലഭിക്കുന്നതും മുലപ്പാല് കുടിച്ചതിന്റെ തോതനുസരിച്ചാണ്. അതിനാൽ അല്ലാഹുവിന്റെ നിർദ്ദേശം വൽവാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, ഉമ്മമാർ പൂർണ്ണമായും 2 വർഷക്കാലം അവരെ മക്കൾക്ക് മുലപ്പാല് കൊടുക്കട്ടെ. ഇതാണ് അല്ലാഹുവിന്റെ നിർദ്ദേശം. അതിന്റെ ഗൗരവം നമ്മളെ പഠിപ്പിക്കാനാണ് പരിശുദ്ധ റമളാൻ ശരീഫായി കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഗർഭിണിയോ മുലയൂട്ടുന്നവളോ ആണെങ്കിൽ ആ ഗർഭിണിക്ക് സ്വന്തം ശരീരത്തിനോ അല്ലെങ്കിൽ ഈ കുഞ്ഞിനോ ആരോഗ്യത്തിന് മുല നൽകുന്നത്, നോമ്പെടുക്കുന്നത് പ്രയാസമാകുമെന്ന് ബോധ്യമായാൽ അവൾ നോമ്പെടുക്കാൻ പാടില്ല. സാധാരണഗതിയിൽ ആരോഗ്യമുള്ള ഒരു ഗർഭിണി നോമ്പെടുക്കുന്നതിന് ഒരു തകരാറില്ല. നന്നായി മുലപ്പാലുള്ള ആരോഗ്യവതിയായ ഒരു മുലയൂട്ടുന്നവൾ സാധാരണഗതിയിൽ നോമ്പെടുക്കുന്നതിന് ഒരു തകരാറില്ല. എന്നാൽ അപൂർവം ചില കേസുകളിൽ വേണ്ട പോലെ മുലപ്പാൽ ഇല്ലാത്തവർ, 9 മാസം കഴിയുന്നതിന് മുമ്പ് പ്രസവിച്ചവർ, ഇങ്ങനെയുള്ളവരോ അല്ലെങ്കിൽ കുഞ്ഞിന് ആരോഗ്യകരമായ ചില ബുദ്ധിമുട്ടുകളുള്ളവരോ ഒക്കെ ആണെങ്കിൽ അത്തരക്കാർ മുലയൂട്ടുന്ന സ്ത്രീകൾ അവർക്ക് നോമ്പെടുത്താൽ അവരെ കുഞ്ഞിന്റെ ശരീരത്തിനത് വലിയ പ്രയാസമുണ്ടാക്കുമെന്ന് ബോധ്യമായാൽ നോമ്പ് ഒഴിവാക്കാം എന്നല്ല, ഒഴിവാക്കൽ നിർബന്ധമാണ്. അത്ര പരിഗണന ഈ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഗർഭസ്ഥ ശിശുവിനും മതം നൽകിയിട്ടുണ്ട്. ആ നോമ്പ് അവര് പിന്നീട് ഖളാ വീട്ടിയാൽ മതി. എന്നാൽ കുഞ്ഞിന്റെ ആരോഗ്യം കൂടെ പേടിച്ചുകൊണ്ടാണോ അവരാ നോമ്പ് ഒഴിവാക്കിയത് എങ്കിൽ ഖളാ വീട്ടുന്നതോടൊപ്പം 800 ഗ്രാം അരി വീതം ഓരോ നോമ്പിനും ഫിദിയായും കൊടുക്കണം. സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം മാത്രം പേടിച്ചാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ ഖളാ മാത്രം മതി. കുട്ടിയുടെ കൂടി കാര്യമുണ്ടെങ്കിൽ രണ്ടും കൂടെ വേണം. അങ്ങനെ അവർക്കതിൽ വിട്ടുവീഴ്ചയാണ്. ഈ കുഞ്ഞിന് 2 കൊല്ലം മുല കൊടുക്കണം എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ 6 മാസക്കാലം മുലപ്പാല് മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും കൊടുക്കണ്ട. സാധാരണഗതിയിൽ പാലുള്ള ഒരു പെണ്ണ്, ഏതെങ്കിലും അപൂർവം സ്ത്രീകൾക്ക് മുലപ്പാലിന്റെ ലഭ്യത കുറവോ അല്ലെങ്കിൽ മുല കൊടുക്കാൻ പറ്റാത്ത രോഗമോ സ്തനത്തിന് വല്ല പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ നേർപ്പിച്ച കട്ടിയില്ലാത്ത ആഹാരം മാത്രം കൊടുക്കും. അല്ലാത്തവരാരും 6 മാസത്തിന്റെ മുമ്പ് കുട്ടികൾക്ക് മറ്റു ഭക്ഷണങ്ങൾ കൊടുക്കേണ്ടതില്ല. എന്താണ് കാരണം? ഇത് കൃഷി ചെയ്യും പോലെയാ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു വെണ്ടയുടെ വിത്ത് കുഴിച്ചിട്ടു, അത് കിളിർത്തു വന്നു, 2 ചെറിയ ഇലയായി ഇങ്ങനെ നിൽക്കുമ്പോ നമ്മളതാ ഫാക്ടം ബോസ് 0015 എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് കൊണ്ടുവന്ന് ഇതിന്റെ മുരട്ട് തട്ടിയാൽ എന്താ സംഭവിക്കുക? പിറ്റേന്ന് പോയി നോക്കിയാല് ഫാക്ടം ബോസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ചെടി അവിടെ ഉണ്ടാവില്ല. ആവശ്യത്തിനുള്ള വെള്ളവും വളയല്ലേ കൊടുക്കാവൂ. ഇതുപോലെ ഈ ചെറിയ ചെടിക്ക് ഇപ്പം നിങ്ങൾ എന്ത് വളം ചെയ്താൽ മതി? ഈ പാല് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾ വേറെ ഒന്നും കുറുക്കിയോ വരകിയോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുത്താൽ ഈ കുഞ്ഞിന്റെ ആമാശയ ഭിത്തിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എൻസൈമുകൾക്ക് ഇത്ര കട്ടിയുള്ള ആഹാര പദാർത്ഥങ്ങളെ ദഹിപ്പിക്കാൻ കഴിയൂല. അങ്ങനെ വന്നാൽ അത് കുഞ്ഞിന് ദഹനക്കേടുണ്ടാക്കുകയും അത് മുഖേന ഒട്ടേറെ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. പക്ഷേ നമ്മളെ പെണ്ണുങ്ങൾക്ക് ക്ഷമ വരില്ല. 3 മാസം കഴിഞ്ഞാൽ ഇവര് പിടിച്ച് കാൽമേ കടത്തി മുത്താറിയോ എന്താ നവരനെല്ലോ ഇങ്ങനെ എന്തൊക്കെയോ സാധനം കൊണ്ടുവന്ന് ഇടിച്ച് പൊടിച്ച് കലക്കിയിട്ട് അതിങ്ങനെ തൊള്ളയിൽ കൊഴിച്ചു കൊടുക്കാൻ നല്ല സുഖ. കാശുതൊണ്ടിൽ പൈസ ഇടണമായിരിയാണ്. ഇതിങ്ങനെ തുറന്നു വെച്ചാണ്. പക്ഷെ ഈ കുട്ടികൾക്കെങ്ങാനും ഭാഷാജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ അവര് പറയുമായിരുന്നു, ഉമ്മ അരുത്, ഇതെന്റെ പള്ളക്ക് പറ്റൂല. അത് പറയാനുള്ള അറിവില്ലാത്തതുകൊണ്ട്
ആ കുട്ടിയതാ വായ തുറന്ന് ഉറക്ക കരയുന്നു. അപ്പൊ നമുക്ക് നല്ല സുഖമായി ഒരിങ്ങനെ ഇട്ട് കൊടുക്ക കരയണ തൊള്ളയിൽ മൂര്യക്ക് മുതിര തിരുകണ മാതിരി. ഇതുകൊണ്ട് എന്താ വരികയെന്നറിയങ്ങൾ, ഈ കുട്ടികൾ രോഗിയാവും. കഫക്കെട്ട്, ശ്വാസം മുട്ട്, ഇതുമായിട്ട് ഈ ആശുപത്രി വരാന്തയിൽ കഴിയുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് വളം ചെയ്യേണ്ട സമയമാണ്. ഇതിനു മുമ്പ് ഈ കൃഷിക്ക് വളം ചെയ്തതാണ്. തിരക്ക് കൂട്ടണ്ട, 6 മാസം കഴിഞ്ഞിട്ട് അതിന് മുലപ്പാല് മാത്രം കൊടുത്തു നോക്കി, നിങ്ങളെ കുട്ടിക്ക് ശ്വാസം മുട്ട് വരൂല, കഫക്കെട്ടുണ്ടാവൂല, രോഗം വരൂല. പിന്നെ 6 മാസം കഴിഞ്ഞാൽ നേർത്ത ആഹാരങ്ങൾ വളരെ ലൂസാക്കിയിട്ടേ കൊടുക്കാം. അത് ഇടക്കിടക്ക് കൊടുത്തോണ്ട്, എന്നാലും മുലപ്പാല് കൊടുക്കൽ നിർത്തരുത്. മുലയൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായി സ്തനം എപ്പോഴും വൃത്തി വരുത്തണം, കഴുകി ശുദ്ധിയാക്കണം. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിനെ താങ്ങിയെടുത്ത് പിരടി ഒരു കൈകൊണ്ട്, അതുപോലെ ഊര മറ്റേ കൈകൊണ്ടും താങ്ങിപ്പിടിച്ച് സ്തനത്തോട് ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചു കൊടുക്കണം. കുട്ടിയുള്ളയിടത്തേക്ക് ഇത് അങ്ങോട്ട് നീട്ടി വലിക്കരുത്. ആകൃതി നഷ്ടപ്പെടുക മാത്രമല്ല, അത് അപകടവുമാണ്. ഇതുപോലെ കിടന്നു മുല കൊടുക്കുന്നതും അഭികാമ്യമല്ല. അതൊക്കെ സ്തനാകൃതി മാറാനും കുട്ടികൾക്ക് തന്നെ അപകടം സംഭവിക്കാനും കാരണമാണ്. ചിലര് മടി കാണിച്ചോ ക്ഷീണം കൊണ്ടോ ഉറക്കം കൊണ്ടോ കരഞ്ഞാൽ കുഞ്ഞിനെ എടുത്ത് കിടത്തി മുല കൊടുക്കും. അങ്ങനെ സംഭവിക്കുകയും ചിലപ്പോ രണ്ടാളും ഉറങ്ങിപ്പോയി. ഒന്ന് അങ്ങനെ കടന്ന് മുല കുടിക്കുക എന്ന് പറഞ്ഞ തന്നെ വലിയ സുഖം ഉണ്ടാവില്ല. നമ്മളൊന്ന് കടന്നിട്ടൊരു ഗ്ലാസ് കട്ടൻ ചായ അടിച്ചു നോക്കി, നിങ്ങള് നല്ല സുഖം ഉണ്ടാവും? ഉണ്ടാവില്ല. ഇതേമായി തന്നെയാണ്, വലിയൊരു സുഖം ഉണ്ടാവില്ല. പിന്നെ ഇത് പലപ്പോഴും സ്തനം കുഞ്ഞിന്റെ വായയും മൂക്കും ഒക്കെ അടച്ച് ശ്വാസം മുട്ടി മരിക്കാൻ കാരണമാവും. ഉമ്മി ഉറങ്ങാ കുട്ടി ഉറങ്ങാണ്, രണ്ടാളും അറിയണില്ല. അങ്ങനെ കിടന്നിട്ട് എത്രയോ ആളുകള് കുട്ടി രാവിലെ നോക്കുമ്പോൾ മരിച്ചെടുക്കുന്നുണ്ട്. എന്താ സംഭവം? ശ്വാസം മുട്ടിപ്പോയതാണ്, വിവരറിയുന്നില്ല, അപകടം സംഭവിക്കും. ഇതൊക്കെ ഒഴിവാക്കാൻ ഇരുന്ന് മുല കൊടുക്കണം. എത്ര ക്ഷീണമുണ്ടെങ്കിലും ഒരു മുല കൊടുത്താൽ രണ്ടാമത്തെ മുലയും കൊടുക്കലാണ് ആരോഗ്യകരം. കാരണം മുലപ്പാല് ചുരത്തുന്നതിന് മനസ്സുമായി വലിയ ബന്ധമുണ്ട്. തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ നിലവിളി കേട്ടാൽ ഉമ്മയുടെ മാറിൽ നിന്ന് മുലപ്പാല് ചുരത്താൻ തുടങ്ങും. അവരും ആ കുട്ടിയും തമ്മിലുള്ള മാനസിക ബന്ധം. അതുകൊണ്ട് തന്നെ ഒന്നിൽ നിന്ന് കൊടുക്കുമ്പോൾ തന്നെ മറ്റതും റെഡിയായി നിൽക്കും. അതും അപ്പോൾ കൊടുത്തേക്കുക. കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുമ്പം ബിസ്മി ചൊല്ലാൻ വിസ്മരിക്കരുത്. വയറു നിറഞ്ഞ് കുട്ടിക്ക് മതിയായി എന്ന് തോന്നിയാൽ ആ കുഞ്ഞിനെ ഒന്ന് പതുക്കെ തോളിൽ കിടത്തി പുറത്ത് ചെറിയ 2 കൊട്ടു കൊടുക്കണം. അതെന്തിനാണ്? നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും അതിന്റെ കൂടെ വായു ഉള്ളിലേക്ക് പോകും. മുതിർന്നവരായ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഇളകുകയും തിരിയും മറിയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നോണ്ട് ആ എയർ എന്താവും, പുറത്തേക്ക് വരും. അതാ നമ്മൾ എന്നിട്ട് ഏമ്പക്കെട്ടിട്ട് പോരുന്നെന്താ, ഭക്ഷണം കഴിക്കുമ്പോ അങ്ങോട്ട് പോയ വായു തിരിച്ചു പോന്നതാ. അത് തിരിച്ചു പോരാതെ ഈ അന്നനാളത്തിലൂടെ കെട്ടിക്കിടന്നാൽ എന്താ സംഭവിക്കുക? ഇടയില് എയർ കുടുങ്ങിയാൽ ഈ ഭക്ഷ്യവസ്തുക്കൾ പൂർണ്ണമായി നമ്മളെ ആമാശയത്തിലെത്തൂല, അത് വഴിയിൽ തങ്ങി നിൽക്കും. ചിലപ്പോ റുക്കൂലോ സുജൂദിലൊക്കെ പോകുമ്പോഴേക്കും ചോറ് അങ്ങനെ തന്നെ ഇങ്ങോട്ട് പോരുന്നുണ്ടാവും. എന്തുകൊണ്ടാ? ഇത് അവിടെ എത്തിയിട്ടില്ല, ബൈക്കിലും എയർ കുടുങ്ങിയതാ. ഇതേപോലെ ഈ കുട്ടികള് മുല കുടിക്കുമ്പം കാറ്റ് കടക്കും. അത് ആമാശയത്തിലെത്താതെ ഇടയിൽ തങ്ങി നിൽക്കാൻ കാരണമാവും. അപ്പൊ കുട്ടികളാണ് ഇങ്ങനെ ഇടക്കിടക്ക് പാല് ഛർദ്ദിക്കുന്നത്. അതെന്തുകൊണ്ടാ? ഇത് പള്ളയിലെത്തിയിട്ടില്ല. അതെത്തണമെങ്കിൽ ഈ എയർ ഒഴിവാവണം. ഇതിനാണ് പുറത്ത് നമ്മൾ ചെറുങ്ങനെ 2 കൊട്ടുകൂട്ടുക. അങ്ങനെ 2 വയസ്സുവരെ മുലപ്പാല് കൊടുക്കും. പല്ല് വരാൻ തുടങ്ങിയാൽ കട്ടിയുള്ള ആഹാരങ്ങളും കൊടുത്തു തുടങ്ങാം. ഇങ്ങനെ ഈ മുലപ്പാൽ ഒരു കുഞ്ഞിന് കൃത്യമായി ലഭിക്കുക എന്നത് നമ്മൾ നേരത്തെ സങ്കല്പിച്ച നല്ല മക്കൾ എന്ന് പറയുന്ന സങ്കല്പം സാക്ഷാത്കരിക്കാൻ അനിവാര്യമാണെന്നത് മറക്കരുത്. ഒരു കുട്ടിയുടെ വളർച്ചയ്ക്കൊരു ക്രമം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ 3 മാസം കഴിഞ്ഞ് 4 മാസം തീരുന്നതിന്റെ മുമ്പായി
ഒരു കുട്ടി ചിലപ്പം കമഴ്ന്ന് കിടക്കാൻ തുടങ്ങും, പിന്നെ മുട്ടുകുത്തി 4 കാലിൽ നിൽക്കാൻ തുടങ്ങും, പിന്നെ എഴുന്നേറ്റ് ഇരിക്കും, പിന്നീട് പിടിച്ചു നിൽക്കും, പിന്നെ പിടിക്കാതെ നിൽക്കും, പിന്നെ ഒറ്റയടി വെക്കും. ഇങ്ങനെ ഒരു ക്രമമുണ്ട് കുട്ടികളെ വളർച്ച. അത് അതിൻ്റെതായ സമയത്ത് തന്നെ നടന്നു കിട്ടണമെങ്കിൽ എന്തു വേണം? മുലപ്പാൽ കൃത്യമായ അളവിൽ കൊടുത്തുകൊണ്ടിരിക്കണം. അത് കുറഞ്ഞാൽ അതിനനുസരിച്ച് ഈ വളർച്ചക്ക് കാലതാമസം നേരിടും. അങ്ങനെ കാലതാമസം നേരിട്ട കുട്ടിക്ക് അവന്റെ ബുദ്ധിയുടെ വികസനത്തിനും സാവകാശം ഉണ്ടാവും. അങ്ങനത്തെ കുട്ടികൾ പഠനത്തിൽ പിന്നോക്കമാകും. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, പഠനത്തിൽ വളരെ പിന്നോട്ടുള്ള കുട്ടികളെ കുറിച്ച് പഠിച്ചാൽ നല്ലൊരു ശതമാനം കുട്ടികളെയും കുട്ടിക്കാലം അന്വേഷിച്ചാൽ ഉമ്മ പറയും, ഓൻ നടന്നത് കുറെ കഴിഞ്ഞാരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പ്രധാനപ്പെട്ട ഒരു കാരണം, വേണ്ട പോലെ ഓന് മുലപ്പാല് കിട്ടിയിട്ടില്ല. കിട്ടാഞ്ഞാൽ തലച്ചോറിന്റെ വളർച്ച കുറയും, അതിനനുസരിച്ച് ചലന വളർച്ച കുറയും, ബുദ്ധി വളർച്ച കുറയൊക്കെ കുറയും. അപ്പൊ മുലപ്പാൽ എന്നത് ഏറ്റവും അനിവാര്യമായി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു വിഭവമാണ്. ഇത് ഉമ്മ മാത്രം വിചാരിച്ചാൽ നടക്കൂല, ബാപ്പയും കൂടെ സഹകരിക്കണം. നമ്മൾ സാധാരണ പറയാറുണ്ട്, കലണ്ടർ അടിക്കും പോലെ ആകരുത്. കലണ്ടർ എല്ലാ കൊല്ലവും ഇറക്കുമല്ലോ നമ്മളെ സ്ഥാപനം. പക്ഷെ എന്നതുപോലെയല്ല, കൊല്ലോ ഇതറങ്ങിയാൽ 2 കൊല്ലം മുലകൊടുക്കാൻ കിട്ടൂല. അപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് ആവശ്യമായ ഗ്യാപ്പ് നൽകിയായിരിക്കണം കുട്ടികളുടെ ഈ സൃഷ്ടിപ്പിൽ നമ്മൾ പങ്കാളികളാകണം.